ഹായ് ഓൾ, ദിസ് ഇസ് അമിൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണ് കസ്റ്റം ഫീൽഡ് എന്നാണ്. ഒരു ഐറ്റം മാസ്റ്റർ നമുക്ക് എങ്ങനെ കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ കസ്റ്റം ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി സോഹോ ബുക്സ് തന്നിട്ടുള്ള ആ ഒരു മാസ്റ്ററിലുള്ള ഒരു കോളത്തിൽ അല്ലെങ്കിൽ അതിലുള്ള ഫീൽഡിൽ നിന്നും അഡീഷണലായി നമുക്ക് എന്തെങ്കിലും ഒരു ഫീൽഡ് കൂടെ ആഡ് ചെയ്ത് ഒരു ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് കസ്റ്റം ഫീൽഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഐറ്റം മാസ്റ്ററിൽ തന്നിട്ടുള്ള സെല്ലിംഗ് റേറ്റ് ഉണ്ട്, പർച്ചേസ് റേറ്റ് ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് കൂടാതെ നമുക്ക് അതിൻ്റെ ഒരു ബ്രാൻഡ് കൂടെ ആഡ് ചെയ്യണം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാൻഡിൽ ഒരു കസ്റ്റം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതെവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ ഐറ്റംസ് എന്നുള്ള പാട്ടെടുക്കുക. അതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഫീൽഡ് കസ്റ്റമൈസേഷൻ എന്ന് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ന്യൂ കസ്റ്റം ഫീൽഡ് കൊടുക്കുന്നത്. ഇവിടെ നമ്മളിപ്പം ലേബൽ നെയിമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ബ്രാൻഡാണ്. ഡാറ്റ ടൈപ്പ് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ലൈൻ ഉണ്ട്, ഇമെയിൽ, URL, ഡേറ്റ്, ഫോൺ നമ്പർ, എമൗണ്ട്, പെർസെൻറ്റേജ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഏത് ടൈപ്പാണോ ആ ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഇവിടെ ഡ്രോപ്പ് ഡൗൺ കൊടുക്കുകയാണ്. ഡ്രോപ്പ് ഡൗൺ കൊടുക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഏതൊക്കെ ബ്രാൻഡ്സാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ABCD ഈ 4 ബ്രാൻഡ് കൊടുക്കുകയാണ്. ദെൻ ഇത് മാൻഡേറ്ററി ഓപ്ഷൻ ആണെന്ന് ചോദിക്കുന്നത്, ഇത് നോ കൊടുക്കുന്നു. ദെൻ നമ്മൾ ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പം ഇത് കാണിക്കണമെന്ന് ചോദിക്കുന്നു. അതായത് പർച്ചേസും സെയിൽസും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ആ PDF വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ എസ് കൊടുക്കണം. ദെൻ സേവ് കൊടുക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഐറ്റം മാസ്റ്റർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ബ്രാൻഡ് നെയിം എന്നുള്ള ഓപ്ഷനും കൂടെ ചോദിക്കുന്നു. നമ്മുടെ കണ്ടോ, ബ്രാൻഡ് നെയിം എന്നും കൂടെ ചോദിക്കുന്നു. അപ്പം നമുക്കിവിടെ നമ്മൾ ഏത് ബ്രാൻഡാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ബ്രാൻഡ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ഇതിലേക്ക് പുതിയ പുതിയ ബ്രാൻഡ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബ്രാൻഡ് നെയിം എന്നുള്ള കസ്റ്റം ഫീൽഡ് എഡിറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് നമുക്ക് പുതിയ ഫീൽഡ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ പ്ലസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇവിടെ ആഡ് ഓപ്ഷൻസ് ഇൻ ബൾക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് പുതിയത് ആഡ് ചെയ്ത് നമുക്ക് ഇവിടേക്ക് ചേർക്കാവുന്നതാണ്.